വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇതൊരു സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയാണ്. തട്ടുകടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തേക്കാണ് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ ഓംലെറ്റാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് ഒരു ചെറിയ സവാള, അത്യാവശ്യം കനം കുറഞ്ഞ അരിയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇനി എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് പച്ചമുളക്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ നല്ലതുപോലെ ഉരുകി വരുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വൈറ്റ് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ബട്ടർ വെച്ച് ചെയ്യുമ്പോഴാണ് എപ്പോഴും ആ കറക്റ്റായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലൊക്കെയുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. ബട്ടറിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ പാനിനകത്തോട്ടേക്ക് വീണ്ടും നമ്മൾ ഒരിത്തിരി ബട്ടർ, ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്തൊക്കെ ബട്ടർ മതിയാകും. അത് നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ നിന്നും ഒരു ചെറിയ 2 തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുക്കായി സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ബ്രെഡ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. മുഴുവനായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മയണൈസും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും. മയണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് മയണൈസും സോസൊക്കെ കൂടി നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം മറ്റേ സൈഡിൽ നമ്മൾ ചീസാണ്, സാൻഡ്വിച്ചിൻ്റെ ചീസാണ് വെച്ച് കൊടുത്തിട്ടുള്ള സ്ലൈസ്ഡ് ചീസ്. ഇനി നമ്മൾ മയണൈസ് വെച്ച ഭാഗത്ത് ഒരു ചെറിയ പീസ് തക്കാളിയും കുക്കുംബറും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഉപയോഗിക്കാം കേട്ടോ. ഇനി ക്രഷ് ചെയ്തിട്ടില്ല, നമ്മളൊന്ന് കുത്തിപ്പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് എപ്പോഴും ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തൂക്കി കൊടുക്കുന്നതിന് നല്ലത്. അടുത്തതായിട്ട് നമ്മൾ മുട്ടയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. 2 സൈഡിൽ നിന്ന് ഇതുപോലെ ആ ചീസും മയണൈസൊക്കെ എല്ലാം എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇപ്പോൾ നല്ലതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് 2ഉം കൂടി ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ചീസും മയണൈസും സോസും പിന്നെ മുട്ടയുടെ ആ ഒരു കവറിങ് ഒക്കെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ബട്ടറിൻ്റെ ഫ്ലേവറാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത് തന്നെ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.